നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ നഗരസഭയിൽ സുഭിക്ഷ കേരളം പദ്ധതിക്കും തൊഴിൽദായക പദ്ധതികൾക്കും ഊന്നൽ നൽകിയുള്ള 240 കോടിയുടെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അവതരിപ്പിച്ചു. വടക്കേക്കാട് ബജറ്റ് ചർച്ചയിൽ യോഗ ഹാളിന് മുന്നിൽ വായ മൂടി കെട്ടി CPM അംഗങ്ങളുടെ പ്രതിഷേധം. കായിക രംഗത്തെ സമഗ്ര വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വകുപ്പ് മന്ത്രി EP ജയരാജൻ. വേലൂർ ഗവൺമെന്റ് രാജാസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഗ്രൗണ്ട് മന്ത്രി നാടിന് സമർപ്പിച്ചു. സമ്പൂർണ്ണമായ നിർമ്മാണ പ്രവർത്തികൾ നടത്താതെയാണ് ഉദ്ഘാടനമെന്ന് കോൺഗ്രസിന്റേത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന് മന്ത്രി SC മൊയ്തീൻ. ഗുരുവായൂർ ക്ഷേത്രോത്സവം പള്ളിവേട്ട ആറാട്ട് എഴുന്നള്ളിപ്പുകൾക്ക് മൂന്നാനയെ പങ്കെടുപ്പിക്കുവാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ആനയോട്ടത്തിന് ഒരാനയെ മാത്രം പങ്കെടുപ്പിക്കാനുള്ള നിർദ്ദേശത്തിൽ ഇളവ് വരുത്തി മൂന്നാനകളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകും. സഹസ്രകലശ ചടങ്ങിന്റെ ഭാഗമായി ഗുരുവായൂരപ്പനെ തത്വകലശം അഭിഷേകം ചെയ്തു. ഉത്സവത്തിന് തദ്ദേശവാസികൾക്ക് മതിയായ ദർശന സൗകര്യം ഒരുക്കണമെന്ന് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. കായിക രംഗത്തെ സമഗ്ര വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ. വേലൂർ ഗവൺമെന്റ് രാജാസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കായിക വകുപ്പ് അഡീഷണൽ ഡയറക്ടർ B അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സപ്ന റഷീദ്, ജലീൽ ആദൂർ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, സ്കൂൾ പ്രിൻസിപ്പാൾ ജോൺ ജോഫി തുടങ്ങിയവർ പങ്കെടുത്തു. കായിക വകുപ്പ് അനുവദിച്ച 1 കോടി രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ആധുനിക രീതിയിലുള്ള ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ കോർട്ട്, മൾട്ടി ലെവൽ സിന്തറ്റിക് കോർട്ട് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. CCTV ന്യൂസ്, വേലൂർ. വേലൂർ ഗവൺമെന്റ് രാജാസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിന്റെ നവീകരണം പൂർത്തിയാക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയതെന്ന് ആരോപിച്ച് വേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത്. 3 വർഷമായിട്ട് നിർമ്മാണം പൂർത്തിയായിട്ടില്ലെന്നും മഴവെള്ളം ഒഴിവാക്കുവാൻ കാനകൾ പോലും നിർമ്മിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ ഗ്രൗണ്ട് നിറയെ വെള്ളവും ചെളിയുമായിരുന്നു. 1 കോടി രൂപയിൽ 50% പോലും ഗ്രൗണ്ടിൽ ചെലവഴിച്ചതായി കാണുന്നില്ലെന്നും ഇക്കാര്യത്തിൽ അടിയന്തര വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ആവശ്യപ്പെട്ടു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PP യേശുദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PP രാമചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും ബാലിശമായിട്ടുള്ളതാണെന്ന് മന്ത്രി AC മൊയ്തീൻ. പ്രതീക്ഷിക്കാത്ത മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തതെന്നും അതിന്റെ ഭാഗമായി ചെറിയ വെള്ളക്കെട്ടാണ് ഉണ്ടായതെന്നും പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമായി മാത്രം കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഒരുപക്ഷെ ലാറ്ററൈറ്റ് വെട്ടുകാലിനേക്കാൾ കാഠിന്യമേറിയ പാറകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് അതെല്ലാം നീക്കം ചെയ്ത് അവിടെ കളിക്കുമ്പോൾ വീണാലും പരിക്ക് പറ്റാതിരിക്കാൻ കഴിയുന്ന രീതിയിൽ മണലും മണ്ണും കൂടി മിക്സ് ചെയ്ത് ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്ന പണിയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്നൊരു മഴ പെയ്തിട്ടുണ്ട്. ആ മഴ നമ്മൾ പ്രതീക്ഷിക്കാത്ത മഴയാണ്. ഏത് മഴ പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചാല്ലാതിരുന്നാലും പരന്നു കിടന്ന സ്ഥലത്ത് ഒരു സ്വല്പം വെള്ളമൊക്കെ നിൽക്കും. അതൊരു സമരത്തിന് കാരണമാകുമോ എന്നെനിക്കറിയില്ല. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട ആറാട്ട് ചടങ്ങുകൾക്ക് മൂന്നാനയെ പങ്കെടുപ്പിക്കുവാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ആനയോട്ടത്തിന് ഒരാനയെ മാത്രം പങ്കെടുപ്പിക്കാനുള്ള നിർദ്ദേശത്തിൽ ഇളവ് വരുത്തി മൂന്നാനകളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് ദേവസ്വം കത്ത് നൽകും. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ RT-PCR പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്നും ദേവസ്വം ആവശ്യപ്പെടും. ഉത്സവ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴി 5000 പേർക്ക് ദർശന സൗകര്യം നൽകും. ദേവസ്വം ജീവനക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് വഴിയും തദ്ദേശീയർക്ക് പാസ് മുഖേനയും പഴുക്കാമണ്ഡപ ദർശനത്തിന് സൗകര്യമുണ്ടാകും. രാത്രി 8 മുതൽ 9 വരെ ദേവസ്വം ഓഫീസിൽ കൗണ്ടർ വഴിയാണ് പാസ് നൽകുക. രാത്രി 8:30 മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് 150 പേർക്കാണ് ദർശനാനുമതി. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ 100 പറ മാത്രം സമർപ്പിക്കാനുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പ്രായോഗികമല്ലാത്തതിനാൽ ദേവസ്വം വക മാത്രം പറ സമർപ്പിക്കും. ഭക്തർക്ക് പറ സമർപ്പിക്കാനാകില്ല. കാഴ്ചശീവേലിയുടെ മേളം, പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിലെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയിൽ 35 വീതം കലാകാരന്മാരെ പങ്കെടുപ്പിക്കും. 2ാം വിളക്ക് മുതൽ 8ാം വിളക്ക് വരെ ഒരു തായമ്പക മാത്രം നടത്തും. ക്ഷേത്രത്തിനുള്ളിലെ മേളം, തായമ്പക എന്നിവയും
കുളപ്രദക്ഷിണവും 1 മണിക്കൂറാക്കി ചുരുക്കി. ദേശപ്പകർച്ചയ്ക്ക് പകരമുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം അവകാശികൾക്ക് നൽകിയ കൂപ്പണുകളിലെ ദിവസങ്ങളിലെ സമയക്രമം അനുസരിച്ച് കൗസ്തുഭം നാരായണീയം ഹാളിൽ നടത്തും. ആറാട്ട് ദിവസം ഇളനീർ സമർപ്പിക്കാനെത്തുന്ന അവകാശികളെ ആചാരപൂർവ്വം സ്വീകരിക്കും. യോഗത്തിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, AV പ്രശാന്ത്, EPR വേശാല, അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റർ T ബിരിജാകുമാരി എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങിന്റെ ഭാഗമായി ഗുരുവായൂരപ്പന് തത്വകലശം അഭിഷേകം ചെയ്തു. ചൊവ്വാഴ്ച നടക്കുന്ന ബ്രഹ്മകലശത്തോടെ കഴിഞ്ഞ 8 ദിവസമായി നടന്നു വന്നിരുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. രാവിലെ ശീവേലിക്ക് ശേഷം 7 മണിയോടെ നമസ്കാര മണ്ഡപത്തിൽ തത്വകലശ ഹോമം നടത്തി. തുടർന്ന് ഉച്ചപൂജയ്ക്ക് മുൻപായി തന്ത്രി ചേർന്ന ശ്രീകാന്ത് നമ്പൂതിരിപ്പാടാണ് ഗുരുവായൂരപ്പന് തത്വകലശം അഭിഷേകം ചെയ്തത്. ചൊവ്വാഴ്ചയാണ് അതിപ്രധാനമായ 1000 കലശാഭിഷേകം. ഞായറാഴ്ച രാത്രി 8ഓടെ കൂത്തമ്പലത്തിൽ പട്ട്, നെറ്റിപ്പട്ടം, വെഞ്ചാമരം, ആലവട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച കലശമണ്ഡപത്തിൽ സ്ഥലശുദ്ധി വരുത്തി പത്മമിട്ടു. തുടർന്ന് വെള്ളിയിലും സ്വർണത്തിലും തീർത്ത 1001 കലശകുടങ്ങൾ കമഴ്ത്തി വെച്ചു. തിങ്കളാഴ്ച തിരിഞ്ഞ് പാണിവാദ്യത്തിന്റെ അകമ്പടിയോടെ മന്ത്രപുരസ്സരം 975 വെള്ളി കുംഭങ്ങളിലും 26 സ്വർണ്ണ കുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറച്ചു. ഇവയുടെ പരികലശ പൂജ, അധിവാസ ഹോമം, കലശാധിവാസം എന്നിവയും രാത്രി തൃപ്പുകയ്ക്ക് ശേഷം സഹസ്രകലശം അഭിഷേകം ചെയ്യാനുള്ള ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവും തേടുന്ന പ്രാർത്ഥനാ ചടങ്ങും നടത്തി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തദ്ദേശവാസികൾക്ക് മതിയായ ദർശന സൗകര്യം ഒരുക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. എല്ലാ മേഖലകളിലും ഇളവുകളും നിയന്ത്രണങ്ങളും ഉദാരമാക്കുമ്പോൾ ഉത്സവത്തിന് അതിനിയന്ത്രണങ്ങളില്ലാതെ തദ്ദേശവാസികൾക്ക് പങ്കുചേരുവാൻ അവസരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. R രവികുമാർ, KP ഉദയൻ, ശശി വാർനാട്ട്, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കുതിരാരവങ്ങൾക്ക് കാതോർത്ത് മച്ചാട്. ചരിത്രപ്രസിദ്ധമായ മാമാങ്കം ചൊവ്വാഴ്ച ഒരുക്കങ്ങളായി. വിവിധ തട്ടകദേശങ്ങൾ കുതിരകളെ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ്. പച്ചമുളകീറി ദേശത്തെ തച്ചന്മാരാണ് പൊയ്ക്കുതിര നിർമ്മാണത്തിന് നേതൃത്വം നൽകി വരുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത്തവണ മാമാങ്കം. പൊയ്ക്കുതിരകൾ, കുംഭക്കുടങ്ങൾ, പഞ്ചവാദ്യം, മേളം എന്നിവയൊക്കെ ആഘോഷത്തിന്റെ ദൃശ്യഭംഗി നിലനിർത്തും. പനങ്ങാട്ടുകര, തെക്കുംകര, പുന്നമ്പറമ്പ് എന്നീ വിഭാഗങ്ങൾ ഊഴമിട്ട് നടത്തുന്ന പൂരത്തിന്റെ നടത്തിപ്പ് ചുമതല ഇത്തവണ പനങ്ങാട്ടുകര വിഭാഗത്തിനാണ്. തെക്കുംകര വിരുപ്പാക്ക 2, മണലിത്തറ 3, കരിമത്ര 2, മംഗലം 1, പാർലിക്കാട് 1 എന്നിങ്ങനെയാണ് ദേശങ്ങൾ ഉത്സവത്തിൽ കുതിരകളെ എഴുന്നള്ളിക്കുക. പ്രധാന കാഴ്ചകളിലൊന്ന് പൊയ്ക്കുതിര എഴുന്നള്ളിപ്പാണ്. ജാതിമത ഭേദമന്യുള്ള ജനങ്ങളുടെ തോളേറി ഓംകാരാരവം മുഴക്കി പാടശേഖരങ്ങൾ മറികടന്ന് കുതിരക്കൂട്ടം ക്ഷേത്രത്തിലെത്തുന്നതിൻ്റെ ആവേശം വാനോളമാണ്. തിറയും പൂതനും ഉൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങളും ദൃശ്യവിരുന്നാകും. CCTV ന്യൂസ്, വേലൂർ. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിനും പൊതുപരിപാടികൾ പങ്കെടുപ്പിക്കാനും വീണ്ടും വിലക്ക്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ എഴുന്നള്ളിക്കുന്നതിന് തൃശൂർ ജില്ലാ നാട്ടാന നിരീക്ഷണ സമിതി നൽകിയ അനുമതി റദ്ദാക്കണമെന്ന് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് നിർദ്ദേശം നൽകിയത്. 2019 ഗുരുവായൂർ കോട്ടപ്പടിയിലെ വിലക്കിന് ശേഷം ഇക്കഴിഞ്ഞ 11-നാണ് വിലക്ക് നീക്കി തൃശൂർ, പാലക്കാട് ജില്ലകളിൽ എഴുന്നള്ളിപ്പിന് കർശന ഉപാധികളോടെ അനുമതി നൽകിയത്. ഇതാണ് വനംവകുപ്പ് റദ്ദാക്കിയത്. ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് കളക്ടർ അറിയിച്ചു. കേച്ചേരി തൂവാനൂരിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൂണ്ടൽ എരണിക്കൽ സലാഹുദ്ദീന്റെ മകൻ ഷാനുവിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെ തൂവാനൂർ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ഷാനുവിനെ കേച്ചേരി ആക്സ് പ്രവർത്തകർ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിക്കും തൊഴിൽദായക പദ്ധതികൾക്കും ഊന്നൽ നൽകി ഗുരുവായൂർ നഗരസഭയ്ക്ക് 240 കോടിയുടെ ബജറ്റ്. കാർഷിക പൊതുമേഖലയ്ക്ക് നിരവധി പദ്ധതികളുമായി വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 240 കോടി 65,15,900 രൂപ വരവും 238 കോടി 36,50,691 രൂപ ചെലവും 2 കോടി 28,65,209 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. മികച്ച പട്ടണങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നതിന് ഗുരുവായൂരിനെ ക്ലീൻ ഗ്രീൻ സിറ്റിയാക്കുന്നതിന് ജനകീയ ക്യാമ്പയിൻ നടത്തും. ഇതിനായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാർഷിക അനുബന്ധ മേഖലകളിലെ സബ്സിഡിക്കായി 1.25 കോടി നീക്കിവച്ചിട്ടുണ്ട്. തൊഴിൽ പരിശീലനത്തിനും പലിശ സബ്സിഡികൾക്കുമായി നഗരസഭാ വിഹിതമായി 35 ലക്ഷം വകയിരുത്തി. കാർഷിക അനുബന്ധ മേഖലകളിലെ സബ്സിഡികൾക്കായി 1.25 കോടി വകയിരുത്തി. സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് ആധുനിക രീതിയിലുള്ള ബസ് ടെർമിനൽ നിർമ്മാണത്തിന് 14 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കും. പടിഞ്ഞാറേ നടയിൽ ആധുനിക ബസ് ബേ നിർമ്മാണത്തിനും ഈ വർഷം തുടക്കമിടും. കിഴക്കേ നടയിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് 6 കോടിയും വകയിരുത്തി. 4.2 കോടി രൂപ റോഡുകൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ചു. മമ്മിയൂർ മുതൽ പടിഞ്ഞാറേ നട വരെയുള്ള റോഡ് വീതി കൂട്ടുന്നതിനും മമ്മിയൂർ സെന്റർ വികസനത്തിനുമായി 2.5 കോടി രൂപ നീക്കിവെച്ചു.
തിരുവെങ്കിടം സബ്വേ നിർമ്മാണത്തിനായി 3.5 കോടി രൂപയും വകയിരുത്തി. ചൊവ്വല്ലൂർ പടിയിലും മുതുവട്ടൂർ റോഡിലും ആധുനിക സൌകര്യങ്ങളോടെ മത്സ്യമാംസ മാർക്കറ്റ് നിർമ്മിക്കും. 6 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് കിഫ്ബി സഹായം തേടും. സംസ്ഥാന സർക്കാരിന്റെ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെൻസറുകളോടുകൂടിയ LED തെരുവുവിളക്കുകൾ സ്ഥാപിക്കും. തെരുവ് വിളക്കുകളില്ലാത്ത പ്രദേശത്ത് സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതിന് 60 ലക്ഷം രൂപയും വകയിരുത്തി. സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി 4 കോടിയും ആരോഗ്യ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 1.5 കോടി രൂപയും പൊതുകുടിവെള്ള പദ്ധതികൾക്കായി 85 ലക്ഷം രൂപയും വകയിരുത്തി. വയോജനങ്ങൾക്ക് കരുതൽ നൽകുന്നതിന് വയോമിത്രം പദ്ധതിയും തനിച്ച് താമസിക്കുന്നവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റിസോർട്ടുകളെ ചെറുകിട IT ഹബ്ബുകളാക്കും. അപേക്ഷിക്കുന്ന എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ നൽകും. ടൂറിസം സർക്യൂട്ട്, ഓപ്പൺ ജിം തുടങ്ങിയ നിരവധി പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ബജറ്റിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച രാവിലെ 10-ന് കൌൺസിൽ ഹാളിൽ നടക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. കാർഷിക മേഖലയ്ക്കും സേവന പശ്ചാത്തല മേഖലകൾക്കും പ്രാധാന്യം നൽകുന്ന പദ്ധതികളുമായി ഒരുമനൂർ പഞ്ചായത്ത് ബജറ്റ് 9,53,51,108 രൂപ വരവും 9,46,97,000 രൂപ ചെലവും 6,54,108 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് KV രവീന്ദ്രൻ അവതരിപ്പിച്ചത്. ചേറ്റുവ കായലോര ടൂറിസം പഞ്ചായത്ത് ലൈബ്രറിയുടെ നവീകരണം, കുടിവെള്ള സംഭരണത്തിനായി ടാങ്ക് നിർമ്മിക്കൽ തുടങ്ങിയ പദ്ധതികൾക്ക് തുക വകയിരുത്തി. വനിതാ വികസനം, വയോജനക്ഷേമം, കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവയ്ക്കുള്ള പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VC ഷാഹിബാൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KH കയ്യമ്മു, KV കബീർ, വിജിത സന്തോഷ്, പഞ്ചായത്ത് സെക്രട്ടറി AV അനുപമ എന്നിവർ പങ്കെടുത്തു. കൃഷിക്കും ക്ഷീരവികസനത്തിനും പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള വടക്കേക്കാട് പഞ്ചായത്തിന്റെ 2021-2022 വർഷത്തെ വാർഷിക ബജറ്റ് അംഗീകരിച്ച് പാസാക്കി. യോഗത്തിൽ CPM അംഗങ്ങൾ പങ്കെടുത്തില്ല. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീതി ബാബു അവതരിപ്പിച്ച 20,95 ലക്ഷം രൂപ വരവും 20,75 ലക്ഷം രൂപ ചെലവും 19,92,000 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് തിങ്കളാഴ്ച കാലത്ത് നടന്ന യോഗത്തിൽ പാസാക്കിയത്. കാർഷിക മേഖലയ്ക്ക് 29 ലക്ഷം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്ക് 1,54 ലക്ഷം, തേനീച്ച വളർത്തൽ, ചെറുകിട വ്യവസായം എന്നിവയ്ക്ക് 10 ലക്ഷം, യുവജനക്ഷേമത്തിന് 1,75,000, ആരോഗ്യമേഖലയ്ക്ക് 37 ലക്ഷം, കുടിവെള്ളത്തിന് 2,27 ലക്ഷം, ഭവന നിർമ്മാണത്തിന് 1,25 ലക്ഷം, പശ്ചാത്തല മേഖലയ്ക്ക് 1,78 ലക്ഷം രൂപ എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട്. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീതി ബാബു അധ്യക്ഷത വഹിച്ചു. ഭരണപക്ഷാംഗങ്ങളായ നബീൽ NMK, M. ഗിരീഷ്, ശ്രീധരൻ മാക്കാലിക്കൽ, ജിൻസി ബാബു, ഹഫിയ മോൾ, SK ഖാലിദ്, KV അബ്ദുൾ റഷീദ്, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ഉദ്യോഗസ്ഥരായ സാജൻ CJ, സതീഷ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. വടക്കേക്കാട് പഞ്ചായത്തിലെ ബജറ്റ് ചർച്ച യോഗ ഹാളിന് മുന്നിൽ CPM അംഗങ്ങൾ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതും ചർച്ച ചെയ്യാത്തതുമായ വിഷയങ്ങൾ പഞ്ചായത്ത് യോഗത്തിന്റെ തീരുമാനമായി മിനിറ്റ്സ് ബുക്കിൽ എഴുതി ചേർക്കുന്നതായും ഉദ്യോഗസ്ഥരതിനെ കൂട്ടുനിൽക്കുന്നതായും CPM അംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്ത് രാജ് നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ബജറ്റ് അവതരണം നടത്തിയതായും നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 15-ന് മുൻപ് ബജറ്റ് അവതരണം നടത്തണമെന്നിരിക്കെ അതിനെ തുനിയാതെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ബജറ്റ് അവതരണം നടത്തിയതെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. അതേസമയം ബജറ്റ് തയ്യാറാക്കുന്ന യോഗത്തിലും മറ്റും എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ബജറ്റ് യോഗത്തിന് 3 ദിവസം മുൻപേ എല്ലാ അംഗങ്ങളെയും രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും അപ്പോൾ പ്രതികരിക്കാതെയും യോഗത്തിൽ പങ്കെടുക്കാതെയും ഇരുന്നവർ ഇപ്പോൾ നടത്തുന്ന സമരം പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുൽ അലി പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് വികസന സെമിനാർ വെള്ളാർക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം TR അരവിന്ദാക്ഷനെ പദ്ധതിയുടെ കരട് രേഖ നൽകിക്കൊണ്ട് ബ്ലോക്ക് മെമ്പർ KK മണി പ്രകാശനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത ഷിബു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ലോറൻസ്, ചെയർപേഴ്സൺ രമ്യ ഷാജി, ബ്ലോക്ക് മെമ്പർ ലളിത ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പുന്നിയൂർക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. പിണറായി സർക്കാർ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുണ്ടാക്കിയ EMCC അമേരിക്കൻ കരാർ റദ്ദ് ചെയ്യണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. മന്ദലാകുന്ന സെന്ററിൽ നിന്ന് ആരംഭിച്ച സമരജാഥ അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AK മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. പുന്നിയൂർക്കുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NR ഗഫൂർ, ബ്ലോക്ക് സെക്രട്ടറി KA ഷാഹിദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫത്താഹ് മന്ദലകുന്ന, ചാലിൽ മൊയ്തുണ്ണി, താഹിർ എന്നിവർ സംസാരിച്ചു. റാഫി മാലിക്കുളം, TK കബീർ, K ഷക്കീർ, ശരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ആഴക്കടൽ മത്സ്യബന്ധനം വിദേശ കുത്തകൾക്ക് തീരെഴുതാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഗുരുവായൂരിൽ മത്സ്യം വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേനടയിലെ മത്സ്യ മാർക്കറ്റിന്റെ പരിസരത്ത് നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ KP ഉദയൻ, KP റഷീദ്, CS സൂരജ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട്, PI ലാസർ, അരവിന്ദൻ പല്ലത്ത്, ബിന്ദു നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്പൂർണ്ണ ശുചിത്വം നേടിയെടുക്കാൻ നല്ല വീട് നല്ല നഗരം പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. 50% വീടുകൾ മാത്രമാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നഗരസഭയുടെ ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നത്. 50% കുടുംബങ്ങളും മാലിന്യങ്ങൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ ബോധവൽക്കരണം നടത്തും. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ശുചിത്വ വാർഡ് സഭകൾ വിളിച്ചു ചേർക്കുമെന്നും കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി TK സുജിത്ത് അറിയിച്ചു. ഈ മാസം 27-ന് ജനകീയ ശുചിത്വ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. മാലിന്യ സംസ്കരണത്തിന് 18% വീടുകളിൽ മാത്രമാണ് ബയോബിൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും കടകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. നഗരസഭയുടെ ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം താലൂക്ക് സപ്ലൈ ഓഫീസിന് വിട്ടു നൽകിയതിൽ വാടക തീരുമാനിക്കാൻ റവന്യൂ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും നിർമ്മാണം പൂർത്തീകരിച്ച നഗരസഭാ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഗതാഗതം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഗതാഗത നിയന്ത്രണ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുമെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. നഗരസഭയുടെ ചില പ്രവർത്തികൾക്ക് ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകരുതെന്ന് കോൺഗ്രസിലെ ബിജു സി ബേബി ആവശ്യപ്പെട്ടു. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുൻകൂർ അനുമതി നൽകുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മറുപടിയായി അറിയിച്ചു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് വിഭാഗത്തിലെ 3 കരാർ ജീവനക്കാരുടെ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയ കോൺഗ്രസ് അംഗങ്ങൾ തിരിച്ചുവന്ന് ചർച്ചയിൽ പങ്കെടുത്തത് CPM കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. ഈ മാസം 25-ന് കുന്നംകുളത്ത് എത്തിച്ചേരുന്ന LDFന്റെ വികസന മുന്നേറ്റ ജാഥ വിജയിപ്പിക്കുവാൻ കേരള കോൺഗ്രസും നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രിക്കാനുള്ള കോർപ്പറേറ്റുകളുടെ അധികാരം റദ്ദു ചെയ്യണമെന്ന് യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വർഗീസ് നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PS രാജൻ, VK സുമൻ, P സിറിൽ ജോർജ്, NJ ജയ്മോൻ, CF റോബിൻ, AA കൃഷ്ണകുട്ടി, MV സേവിയർ, വാസുദേവൻ കടവലൂർ എന്നിവർ സംസാരിച്ചു. കൈവിടാറായില്ല ജാഗ്രത. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ഉഷ ഹോം അപ്ലയൻസ് ഉടമ തെക്കേക്കര വീട്ടിൽ ജോബാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആർത്താറ്റ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. രമയാണ് ഭാര്യ, അരുൺ മകനും, ജിനു മരുമകളുമാണ്. എരുവപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് കോവിഡ്. ഇൻസ്പെക്ടർ ഉൾപ്പെടെ 9 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഞായറാഴ്ച ഇൻസ്പെക്ടർ RT-PCR നടത്തിയപ്പോൾ കോവിഡ് പോസിറ്റീവ് കണ്ടെത്തുകയാണ്. തുടർന്ന് 2 ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 8 പോലീസ് ഓഫീസർമാർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേര് പരിശോധനയ്ക്ക് വിധേയരാക്കും. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് 2 പേർക്കും ഗുരുവായൂർ, മുല്ലശ്ശേരി, പാവറട്ടി എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്ക് വീതമാണ് രോഗം സ്ഥിരീകരിച്ചത്. 31 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ഗുരുവായൂരിൽ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് സോണിൽ 2 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. നഗരസഭയിൽ 5-ാം വാർഡിലുള്ളവരാണ് ഇവർ. അർബൻ തൈക്കാട് സോണുകളിൽ രോഗികളില്ല. വാർത്തകളിലേക്ക്. ജന്മനാ വൈകല്യമുള്ള 14-കാരിയെ സഹായിക്കാൻ കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ഫാമിലി വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഒരു ദിവസം കൊണ്ട് സമാഹരിച്ചത് 75,000 രൂപ. പോർക്കളം തിരുത്തിക്കാട് കരുമത്തിൽ സുരേഷ് ഷീബ ദമ്പതികളുടെ മകളായ അനാമികയാണ് ജന്മനാലുള്ള അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്നത്. അനാമികയുടെ ചികിത്സയ്ക്കായി വീട്ടുകാർ ഒട്ടേറെ പണം ചെലവഴിച്ചു. നിരന്തരമായി മരുന്ന് ഉപയോഗിച്ചത് കാരണം കരളിനെയും രോഗം ബാധിച്ചു. തുടർ ചികിത്സയ്ക്ക് വൻതുക ആവശ്യമുള്ളത് അറിഞ്ഞ ചൈതന്യ സ്കൂൾ അധികൃതർ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ഒരു ദിവസം കൊണ്ട് സമാഹരിച്ച തുക അനാമികയുടെ വീട്ടിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ കൈമാറി. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, കുന്നംകുളം നഗരസഭാ മുൻ ചെയർമാൻ PG ജയപ്രകാശ്, ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് ചീരൻ, ചൈതന്യ സ്കൂൾ പ്രധാന അധ്യാപിക NJ ലിസി, അധ്യാപിക ഷാഗി K ശിവൻ, CR രഹന എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc കെമിസ്ട്രിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ചാലിശ്ശേരി മൈലാടിക്കുന്ന് സ്വദേശിനി നയന വിജയനെ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരിച്ചു. ചടങ്ങിൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ദേവിക, മറ്റധ്യാപകരായ മനോജ്, സുനിൽ, സുഭദ്ര, ഷമീറ, ഷീബ, ജ്യോതി, ലൈല എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുഭദ്രയുടെ മകളാണ് നയന.
തൃശൂർ ജില്ലാ ജൂഡോ അസോസിയേഷൻ സംഘടിപ്പിച്ച മത്സരത്തിൽ കേഡറ്റ് വിഭാഗത്തിൽ ഓവറോൾ 2ാം സ്ഥാനം നേടിയ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കടങ്ങോട് മില്ല് സെന്ററിൽ സ്വീകരണം നൽകി. വ്യക്തിഗത വിഭാഗങ്ങളിൽ ദിയ അജി, ഇർഫാൻ, ഫിർദോസ്, അബി സുരേഷ്, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് അമീൻ, അൻസാർ എന്നിങ്ങനെ 7 പേർ സ്വർണവും, അക്ഷയ വേണു, ഘനശ്യാം, റൈസുദ്ദീൻ, ഫിർദോസ്, ഇർഫാൻ എന്നിവർ വെള്ളിയും, ആദം, മിഥുൻ, അക്ഷയ്, സൂരജ്, റൈസുദ്ദീൻ, സമദ്, സയ, വേണി, നിരഞ്ജൻ, അരവിന്ദ്, അഭയ് സൂര്യ എന്നിവർ വെങ്കലവും കരസ്ഥമാക്കി. മുഹമ്മദ് നിസാനാണ് മത്സരത്തിലെ ബെസ്റ്റ് പ്ലെയർ. അജി കടങ്ങോട്, മുഹമ്മദ് ഹനീഫ, റെജി, ഇർഫാൻ എന്നിവരാണ് പരിശീലകർ. കടങ്ങോട് KFC ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വീകരണ യോഗം കടങ്ങോട് പഞ്ചായത്ത് അംഗം CV സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ ഷാജി അധ്യക്ഷത വഹിച്ചു. OK ശശി, അജി കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കാനായി വിനോദസഞ്ചാര വകുപ്പ് നടത്തുന്ന ഉത്സവം 2021 ഭാഗമായി അരങ്ങേറിയ മധ്യ തിരുവിതാംകൂറിന്റെ തനത് കലയായ പടയണി ഗുരുവായൂർ ക്ഷേത്ര നഗരിക്ക് നവ്യാനുഭവമായി. ഉത്സവത്തിന് നാട്ടിൽ വിരുന്നെത്തിയ ക്ഷേത്രാചാര അനുഷ്ഠാന കലയായ പടയണി ആസ്വാദകർക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. പന്തളം ഗോത്രകല ഇന്റർനാഷണൽ പടയണി ഫൗണ്ടേഷനിലെ കലാകാരന്മാരാണ് പടയണി അവതരിപ്പിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വ്യാപകമായി പ്രചാരത്തിലുള്ളതാണെങ്കിലും മധ്യ കേരളത്തിനിത് പുതുമയായി. പരദേശി, ഗണപതി, കോലം, കാലൻകോലം, സുന്ദരയക്ഷി, ഭൈരവി എന്നിങ്ങനെ 5 കോലങ്ങളാണ് വേദിയിൽ നിറഞ്ഞാടിയത്. പതിനൊന്ന് കലാകാരന്മാരാണ് അരങ്ങിലും അണിയറയിലുമായി പ്രവർത്തിച്ചത്. കൗങ്ങിൻ പാളയിലാണ് കോലം തീർക്കുന്നത് എന്നത് പടയണിയുടെ പ്രത്യേകതയാണ്. ചുവപ്പ്, പച്ച, മഞ്ഞ, കറുപ്പ്, വെള്ള എന്നിങ്ങനെ 5 നിറങ്ങൾ ഉപയോഗിച്ചാണ് കോലം എഴുതുന്നത്. മഞ്ഞൾ, ചെമ്മണ്ണ്, കരി എന്നിവയുപയോഗിച്ച് പ്രകൃതിദത്ത നിറങ്ങളാണ് കോലമെഴുത്തിന് ഉപയോഗിക്കുന്നത്. കുരുത്തോല കൊണ്ട് കോലങ്ങൾ മൂടിക്കൂട്ടും. തപ്പ്, ചെണ്ട, വീക്കൻ ചെണ്ട, കൈമണി എന്നീ വാദ്യോപകരണങ്ങളോടും വായ്ത്താരിക്കൊപ്പവുമാണ് കോലമാടുക. ഗുരുവായൂരിൽ പടയണി അവതരിപ്പിക്കാനെത്തിയ സംഘത്തിലെ കോലമെഴുത്ത് കലാകാരന് സർക്കാർ ഫോക്ലോർ അവാർഡ് പ്രഖ്യാപിച്ചത് സംഘത്തിന് ഇരട്ടി മധുരമായി. കോലമെഴുത്ത് കലാകാരൻ TR വിഷ്ണുവാണ് അവാർഡിന് അർഹനായത്. അർഹനാവുക എന്നറിയുമ്പോൾ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപനം വരുമ്പോൾ അത് തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഈ അവാർഡ് കിട്ടിയത് എന്ന് ആണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഭിന്നശേഷിക്കാരനായ ഇദ്ദേഹം കഴിഞ്ഞ 28 വർഷമായി ഈ രംഗത്ത് സജീവമാണ്. കോലമെഴുത്തിന് പുറമെ പാട്ടും കൊട്ടും ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗുരുവായൂരപ്പന്റെ നാട്ടിലെത്തിയ തനിക്ക് ഗുരുവായൂരപ്പൻ നേരിട്ട് തന്നതാണ് പുരസ്കാരമെന്ന് അദ്ദേഹം പറഞ്ഞു. CCTV ന്യൂസ്, ഗുരുവായൂർ. കുട്ടഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊച്ചു കലാകാരന്മാരുടെ പഞ്ചാരി മേളം അരങ്ങേറി. കുടുംബാനന്ദന്റെ ശിക്ഷണത്തിലാണ് പഞ്ചാരി മേളം അഭ്യസിച്ചത്. അശ്വിൻ കൃഷ്ണ, അതുൽ, അഭിജിത്ത്, ശ്രീഹരി, ശ്രീരാഗ്, ധനുഷ്, സൂരജ്, വിഷ്ണു, ശിവനാഥ്, മിഥുൻ എന്നിവരാണ് പഞ്ചാരി മേളം അവതരിപ്പിച്ചത്. SFI കുന്നംകുളം ഏരിയ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ AB ബിജേഷ് നഗറിൽ നടക്കുന്ന സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് VA വിനീഷ് ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ഏരിയയിലെ 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും 5 കോളേജ് യൂണിറ്റുകളിൽ നിന്നുമായി 170 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഏരിയ പ്രസിഡന്റ് ഗോപകുമാർ കണ്ടാണശ്ശേരി പതാക ഉയർത്തിയ ശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടക്കും. ഏരിയ സെക്രട്ടറി സച്ചിൻ പ്രകാശ് അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പ്രതിനിധികൾ ചർച്ച നടത്തും. SFI ജില്ലാ ഭാരവാഹികളായ CS സംഗീത്, ജാസിർ ഇക്ബാൽ, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, കേച്ചേരി ലോക്കൽ സെക്രട്ടറി CF ജെയിംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചർച്ചകൾക്ക് ശേഷം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. തൃശൂർ മലപ്പുറം ജില്ലാതിർത്തിയിലുള്ള കടവല്ലൂർ, ആലങ്കോട് പഞ്ചായത്തുകൾപ്പെട്ട കീഴ്പ്പാടം പാടശേഖരത്തിലെ 100 ഏക്കറിൽ കൊയ്ത്തുത്സവം നടന്നു. വർഷങ്ങളോളം തരിശായി കിടന്നിരുന്ന 100 ഏക്കർ പാടത്താണ് ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കിയത്. 20 വർഷത്തിനു ശേഷം കഴിഞ്ഞ വർഷമാണ് കർഷക കൂട്ടായ്മ ഇവിടെ കൃഷി ഇറക്കിയത്. കഴിഞ്ഞ വർഷം വെള്ളത്തിന്റെ കുറവ് മൂലം കൃഷിനാശം സംഭവിച്ചിരുന്നു. അധികൃതരുടെ കൃത്യമായ ഇടപെടൽ മൂലം ഇത്തവണ
ആവശ്യത്തിന് വെള്ളം ലഭിച്ചതിനാൽ വൻ വിളവ് ലഭിച്ചെന്ന് കർഷകർ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് AP പുരുഷോത്തമൻ എന്നിവർ ചേർന്ന് കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടവല്ലൂർ കൃഷി ഓഫീസർ ഐശ്വര്യ മോഹനൻ, അഷ്റഫ് കൊക്കൂർ, KV ഷഹീർ, റീസ പ്രകാശ്, പ്രൊഫസർ PK അബ്ദുൽ ജബ്ബാർ, VK ആയിഷ ഹസൻ, MK അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. നെൽകൃഷി പരിപോഷിപ്പിക്കുവാൻ നാട്ടിലെ യുവാക്കളെ ചേർത്ത് പാടശേഖരങ്ങളിൽ റൈസ് ബ്രിഗേഡ് ഉണ്ടാക്കണമെന്ന് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PK അബ്ദുൽ ജബ്ബാർ അഭിപ്രായപ്പെട്ടു. നടീൽ മുതൽ കൊയ്ത്തു വരെയുള്ള എല്ലാ ജോലികളും പരിശീലിച്ച റൈസ് ബ്രിഗേഡ് വഴി കൃഷി സീസണിൽ ഒരാൾക്ക് ദിവസം 2000 രൂപ വരെ വരുമാനമുണ്ടാക്കാൻ സാധിക്കും. ഒഡീഷയിൽ പരീക്ഷിച്ച് വിജയിച്ച റബ്ബർ ഡാം സ്ഥാപിച്ചാൽ ജലസംഭരണികളില്ലാത്ത കുറവ് ഒരു പരിധിവരെ നികത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കടവല്ലൂർ, ആലങ്കോട് എന്നീ പഞ്ചായത്തുകളിൽ ആദ്യമായി ഈ സംവിധാനം കൊണ്ടുവരണം. അതിനുവേണ്ട എല്ലാ സാങ്കേതിക സഹായങ്ങളും നൽകാൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഒരുക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കാട്ടകമ്പാൽ പുല്ലാനിച്ചാൽ കോൾപ്പടവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും കോൾപ്പടവ് ജോയിന്റ് സെക്രട്ടറി സണ്ണിയുടെ വിയോഗത്തിൽ അനുസ്മരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ സമ്മേളനം പോർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ആദരിച്ചു. കാട്ടകമ്പാൽ കൃഷി ഓഫീസർ അമല കർഷകർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി. കോൾപ്പടവ് സെക്രട്ടറി ND ശശി നന്ദി പറഞ്ഞു. എളവള്ളി പഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അംബേദ്കർ റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് ഉൾപ്പെടുത്തി 6.35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചത്. 400 മീറ്റർ നീളം വരുന്ന റോഡ് 3 മീറ്റർ വീതിയിലാണ് ടാറിംഗ് നടത്തിയത്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിലെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് മൂലം ഈ റോഡിലൂടെയുള്ള യാത്രാഗതാഗതം വളരെ ദുഷ്കരമായിരുന്നു. സമീപവാസികളുടെ നിവേദനത്തെ തുടർന്ന് MLA അടിയന്തര ഇടപെടൽ നടത്തി ഫണ്ട് അനുവദിക്കുകയായിരുന്നു. റോഡിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലീന ശ്രീകുമാർ, പഞ്ചായത്ത് മെമ്പർ സനിൽ കുന്നത്തുള്ളി എന്നിവർ സംസാരിച്ചു. വാർത്തകൾ തുടർന്നു. 4 മാസമായിട്ടും എടക്കരൂർ വില്ലേജ് ഓഫീസറെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പുന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. ലീഗ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരം മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് RV അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുലൈമ വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ട്രഷറർ V അബ്ദുൾ സലാം, മണ്ഡലം സെക്രട്ടറി MC മുസ്തഫ, ജനറൽ സെക്രട്ടറി M കുഞ്ഞു മുഹമ്മദ്, ട്രഷറർ C മുഹമ്മദ് അലി, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ C അഷ്റഫ്, KK ഷംസു എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗം ബഹുസ്വരമാകണമെന്ന് TN പ്രതാപൻ MP. SSLC വിദ്യാർത്ഥികൾക്കായി SSF നടത്തിവരുന്ന മാതൃകാ പരീക്ഷ SSLC ടെസ്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും സൗന്ദര്യമാണ് ഇന്ത്യയുടെ പ്രത്യേകതയെന്നും ഏകശിലാത്മകമായ സംസ്കാരത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിനെതിരാണെന്നും TN പ്രതാപൻ MP പറഞ്ഞു. വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളുമുള്ള ഇന്ത്യ പോലൊരു രാജ്യത്തിലെ പഴമയെ ഇല്ലാതാക്കാനുള്ള നീക്കം പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പരിഷ്കരണമെന്ന പേരിൽ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനും പൊളിച്ചെഴുതാനുമുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടക്കുകയാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും ബഹുസ്വര സമൂഹത്തിന് ചേരാത്ത പലതും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നാളത്തെ പൗരന്മാരായ വിദ്യാർത്ഥികളെ വർഗീയമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പാഠങ്ങളും വിദ്യാഭ്യാസ നയങ്ങളും ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിന് ഗുരുതരമായ പോറലുകൾ ഏൽപ്പിക്കും. അതിനാൽ വിദ്യാഭ്യാസ രംഗം എന്നും ബഹുസ്വരമായി തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹുസ്വര സംസ്കാരത്തിൻ്റെ, ബഹുസ്വര ജീവിത രീതിയുടെ, ബഹുദർശനങ്ങളുടെ സാരാംശങ്ങളും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നതിന് പകരം ഇഷ്ടമുള്ള ചില അജണ്ടകൾ മാത്രം നിശ്ചയിച്ച് ഇന്നതേ അറിയാവൂ, ഇന്നതേ അറിയിപ്പിക്കാവൂ, അതല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാ, അറിയാൻ പാടില്ല, അറിയിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിൽ നമ്മുടെ സിലബസുകളെയും പാഠഭാഗങ്ങളെയും പോലും തെറ്റായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വളരെ വളരെ ഗൗരവമായ ബോധപൂർവമായ ഒരു ശ്രമം നടക്കുകയാണ്. SSF സംസ്ഥാന പ്രസിഡന്റ് KY നിസാമുദ്ദീൻ ഫാളിലി കൊല്ലം അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി CN ജാഫർ, സെക്രട്ടറിമാരായ ആഷിഖ് കോയത്തങ്ങൾ കൊല്ലം, KB ബഷീർ തൃശൂർ, SYS ജില്ലാ സെക്രട്ടറി ബഷീർ അഷ്റഫി ചേർപ്പ്, SSF ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് സഖാഫി താന്യം എന്നിവർ സംസാരിച്ചു. മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, കന്നഡ മീഡിയങ്ങളിലായി 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ സംസ്ഥാനത്താകെ പരീക്ഷ എഴുതി. പരീക്ഷാഫലം മാർച്ച് 11 wefi.online.in സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കും. CCTV ന്യൂസ് കേച്ചേരി.
SKSSF സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പൊറക്ലയങ്ങാട് അൽഖാദിരിയ ശരീഅത്ത് അക്കാദമിയിലെ വിദ്യാർത്ഥി സംഘടന ദിജുല സ്റ്റുഡൻസ് ഫെഡറേഷൻ സ്ഥാപക ദിനാചരണവും പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. അൽഖാദിരിയ ശരീഅത്ത് അക്കാദമി മുദരിസ് യൂനുസ് ഫൈസി പനങ്ങാങ്ങര പ്രാരംഭ ദുആ നിർവഹിച്ചു. അൽഖാദിരിയ ശരീഅത്ത് അക്കാദമി പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ അൻവരി കാപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. യഹിയ ഇയാൽ അധ്യക്ഷത വഹിച്ചു. അൻഷാദ് ചാലിശ്ശേരി സ്വാഗതവും ഫൈസൽ വടക്കാഞ്ചേരി നന്ദിയും പറഞ്ഞു. തൃശൂർ ജില്ലയിലെ മികച്ച കൃഷി അസിസ്റ്റന്റ് പദവി ചെറുമനങ്ങാട് ചീരൻ വീട്ടിൽ റോണി ചീരനെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിൽ നിന്ന് റോണി പുരസ്കാരം ഏറ്റുവാങ്ങി. കാർഷിക വികസന കർഷകക്ഷേമ പദ്ധതികളിൽ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനും കർഷകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി മികച്ച വിളവ് നേടാൻ പര്യാപ്തമാക്കിയതിനുമാണ് റോണി ചീരനെ അവാർഡ് തേടിയെത്തിയത്. അഗ്രികൾച്ചറിൽ ഉപരിപഠനം കഴിഞ്ഞെങ്കിലും കെമിസ്ട്രിയിലാണ് ബിരുദമെടുത്തത്. വിവാഹശേഷം കാർഷിക പാരമ്പര്യമുള്ള കുടുംബത്തിലേക്ക് എത്തിയതോടെയാണ് റോണി പിന്നീട് കൃഷിരംഗത്ത് സജീവമാകുന്നത്. 7 വർഷമായി ചൊവ്വന്നൂർ കൃഷിഭവന് കീഴിൽ വർക്ക് തുടങ്ങിയ റോണി 2 വർഷം മുമ്പ് നേതൃത്വം നൽകി വരുന്ന വെജിറ്റബിൾ ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കൃഷിസ്ഥലം സന്ദർശിച്ച് കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയും മികച്ച വിളവിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന റോണി ചീരൻ ബിസിനസ്സുകാരനായ ചെറുമനേങ്ങാട് ചീരൻ വീട്ടിൽ പവനന്റെ ഭാര്യയും ചൊവ്വന്നൂർ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റുമാണ്. ഭർത്തൃമാതാവും മക്കളായ അഭിനബ് അൽനയും അടങ്ങുന്ന കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണയാണ് അവാർഡിന് അർഹയാക്കിയ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന് റോണി പറയുന്നു. ഞാൻ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കൃഷി അസിസ്റ്റന്റായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. 2014 സർവീസിൽ പ്രവേശിച്ച ഞാൻ ചൊവ്വന്നൂർ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റായിട്ട് സേവനമനുഷ്ഠിച്ചു വരികയാണ്. ജില്ലയിലെ മികച്ച കൃഷി അസിസ്റ്റന്റായി തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധിച്ചു എന്നുള്ള ഇത് വളരെയധികം സന്തോഷകരമാണ്. ആരോഗ്യമുള്ള കേരളത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന കർഷകർക്ക് മുതൽക്കൂട്ടാകുന്ന ഈ കൃഷി അസിസ്റ്റന്റ് ഇന്ന് ചെറുമനേങ്ങാടിന്റെ അഭിമാനമാവുകയാണ്. CCTV ന്യൂസ്, വേലൂർ. തൃശൂർ ജില്ലയിലെ മികച്ച കൃഷി അസിസ്റ്റന്റ് തിരഞ്ഞെടുക്കപ്പെട്ട റോണി ചീരനെ കടങ്ങോട് പഞ്ചായത്ത് 18ാം വാർഡ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വാർഡ് മെമ്പർ സൈബുനിസ ഷറഫ് ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ ഷറഫ് പഞ്ചതരം, സലാം അലിയകത്ത്, മനോഹരൻ, ഷാഫി ഐനിക്കുന്നത്ത്, ജിത്തു, ജിജോ, നളിനി ടീച്ചർ, ജെയ്സൺ, അനഗ, ഹിദ കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് പാതിരോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി. മഹാഗണപതി ഹവനം, കലശാഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി അനൂപ് നമ്പൂതിരി പണ്ടാരടുപ്പിൽ തീ പകർന്നു. വൈകിട്ട് വെളിപാട് ചടങ്ങുകൾ, പഞ്ചവാദ്യം എന്നിവയുണ്ടായി. കോമരം വാസുദേവൻ സമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി രാജു മാരാത്ത്, ശങ്കരനാരായണൻ, ഗംഗാധരൻ, ചന്ദ്രദാസ്, ജയൻ മാരാത്ത് എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് തിരുവത്രയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മുള്ളൻ പന്നിയെ അവശനിലയിൽ കണ്ടെത്തി. തിരുവത്ര എറശൻ വീട്ടിൽ ഷൌക്കത്താണ് മുള്ളൻ പന്നിയെ കണ്ടത്. ചാവക്കാട് പോലീസിലും വനംവകുപ്പിലും വിവരം അറിയിച്ചു. 7 മണിയോട് കൂടിയിട്ടാണ് ഈ സാധനം കൂടെ കാണുന്നത്. നമ്മൾ അടുത്ത പറമ്പിൽ നമ്മളൊരു കറുത്ത എന്തോ സാധനത്തിനെ കണ്ട് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു മുള്ളൻ പന്നിയായിട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഞാൻ ഉടൻ തന്നെ പോയിട്ട് മൊബൈൽ എടുത്തു കൊടുന്നു. അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും അടുത്ത പറമ്പിലോട്ട് ചാടി കോർണറിലായിട്ട് അവിടെ ഇരുന്നതാണ്. പാചകവാതക, പെട്രോൾ, ഡീസൽ വില വർധനവിനെതിരെ CPM വേലൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. ഈ ദിനങ്ങളിൽ CPM നേതാക്കളായ KK രാധാകൃഷ്ണൻ, VK വാസുദേവൻ, N ബാബു, MA ബിജു, അബിൽ ബേബി, സന്തോഷ് വാറോട്ടിൽ, KV പുഷ്പ, VV സുബീഷ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. സംഭരിക്കാൻ മില്ലുകാർ എത്താത്തതിനാൽ 12 ദിവസം മുൻപ് കൊയ്ത് പാടത്ത് കൂട്ടിയ നെല്ല് നാശത്തിന്റെ വാക്കിൽ. കല്ലുംപുറം അടിവനപ്പറമ്പിൽ ബാലൻ എന്ന കർഷകനാണ് ദുരിതം അനുഭവിക്കുന്നത്. തൻ്റെ 4 ഏക്കർ പാടത്ത് നിന്നും വിളവെടുത്ത 8 ടണ്ണോളം വരുന്ന നെല്ലാണ് മില്ലുകാരുടെ അനാസ്ഥ മൂലം നശിക്കുന്നതെന്ന് ബാലൻ പറഞ്ഞു. ചാലിശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട കല്ലുംപുറം കുളത്താണിത്താഴം പാടശേഖരത്തിലാണ് നെല്ല് കിടക്കുന്നത്. മഴയുടെ ലക്ഷണം കണ്ടതോടെ വാടകയ്ക്കെടുത്ത ടാർപ്പായ വിരിച്ച മൂടിയാണ് കർഷകൻ നെല്ല് സംരക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്തിരുന്നെങ്കിലും നെല്ല് നനയാതിരുന്നതിനാൽ വലിയ നാശം ഒഴിവായി. മില്ലുകാരുടെ പ്രതിനിധിയെത്തി നെല്ല് പരിശോധിച്ചിരുന്നു. ഉണക്കം പൂർത്തിയാകാത്തതിനാൽ നെല്ലെടുക്കാൻ പിന്നീടെത്താമെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയായിരുന്നു ഇവർ. പാടത്തെ കനത്ത ചൂടിൽ കിടക്കുന്നതിനാൽ ഉണക്കത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. പാടത്തു നിന്നും നെല്ലെടുത്ത് സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുകയാണ് ഇനിയുള്ള പോംവഴി. എന്നാൽ പാടത്തു നിന്നും നെല്ല് കൊണ്ടുപോകാൻ വൻതുക ചെലവ് വരും. ഇത് കനത്ത നഷ്ടത്തിനിടയാക്കുമെന്ന് കർഷകനായ ബാലൻ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കുന്നോളം കാണിപ്പേർ പോസ്റ്റ് ഓഫീസിന് റോഡിന് സമീപം ദേശീയപാതയോട് ചേർന്നുള്ള കുഴി അപകട ഭീഷണിയാകുന്നു. അദാനി ഗ്രൂപ്പിന്റെ ഗെയിൽ പൈപ്പ് സ്ഥാപിക്കാനായി കുഴിച്ച കുഴിയാണ് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രികർക്കും ഒരുപോലെ അപകട ഭീഷണിയാകുന്നത്. ഗെയിൽ പൈപ്പ് സ്ഥാപിക്കാനായി കുഴി രൂപപ്പെടുകയും പിന്നീട് മണ്ണിട്ട് മൂടിയ സ്ഥിതിയാണ്. ഇവിടെ കുറേയധികം മണ്ണും കല്ലും റോഡിൽ കിടപ്പുണ്ട്. ഇതിനടുത്തായി ഡിവൈഡറോ മറ്റ് സൂചനാ ബോർഡുകളൊന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. കുന്നോളം തൃശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് മറികടന്ന് പോകുവാൻ സ്ഥലമില്ലാത്തതിനാൽ ഇടിക്കാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ഉടനടി അധികൃതർ കുഴി നികത്തി മണ്ണ് നീക്കം ചെയ്ത് സൂചനാ ബോർഡ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
വ്യാപാരി വ്യവസായ ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡേവിസ് ചെറമൽ മുഖ്യാതിഥിയായി. കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് KAC ഉപഹാര സമർപ്പണം നിർവഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KK ഹമീദ്, ട്രഷറർ CV സന്തോഷ് എന്നിവർ സംസാരിച്ചു. കടകോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി തുടങ്ങിയവർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. കേരള ക്ഷേത്ര കലാ അക്കാദമിയുടെ അവാർഡ് കരസ്ഥമാക്കിയ പ്രശസ്ത കളമെഴുത്ത് കലാകാരൻ കല്ലാറ്റ് മണികണ്ഠനെ കോൺഗ്രസ് നേതൃത്വത്തിൽ ആദരിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NM റഫീഖ്, സഹകരണ ബാങ്ക് ഡയറക്ടർ ശശിധരൻ കണ്ടംപള്ളി, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KP വിശ്വനാഥൻ, ചാർലി പഴഞ്ഞി എന്നിവരും പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ 11-ാം വാർഡ് പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടത്തി. പാലുവായ് പുളിയഞ്ചേരി നഗറിൽ നടന്ന പ്രതിഭാ സംഗമം മുൻ വാർഡ് കൗൺസിലർ മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ അക്ബർ കോനൂത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ പ്രതിഭകളെ പൊതുപ്രവർത്തകൻ ഫിറോസ് P തൈപ്പറമ്പിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഹസീന സലിം, CK തോമസ്, MK രമേശ്, MR മധു എന്നിവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. പെരുമ്പിലാവ് ആൽത്തറ മഹലിൽ പള്ളി കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഭാരവാഹികളായി ഷാജി കള്ളംവീട്ടിൽ പ്രസിഡന്റ്, അബു പുത്തൻകുളം ജനറൽ സെക്രട്ടറി, PP മോണ്ടി ട്രഷറർ എന്നിവരെയും മറ്റു ഭാരവാഹികളെയുമാണ് തെരഞ്ഞെടുത്തത്. വിപണി വടക്കേക്കാട് ബുക്സ് ആൻഡ് മോർ പ്രവർത്തനം ആരംഭിച്ചു. വടക്കേക്കാട് കല്ലിങ്ങൽ റോഡിൽ മാസ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ബുക്സ് ആൻഡ് മോർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വെമ്പനാട് ഉസ്താദ് നിർവഹിച്ചു. ക്വാളിറ്റി വിദ്യാഭ്യാസത്തിന് വേണ്ട സ്റ്റേഷനറികൾ, പുസ്തകങ്ങൾ, റെക്കോർഡുകൾ, ചാർട്ടുകൾ, പ്രോജക്ട് ടൂൾസ് തുടങ്ങിയവയും ആർട്ടിസ്റ്റുകൾക്കും ക്രാഫ്റ്റിനും സഹായകരമാകുന്ന പെയിന്റുകൾ, ബ്രഷുകൾ, ക്രയോണുകൾ, ക്രാഫ്റ്റ് ഐറ്റംസ് എന്നിവയെല്ലാം ഇവിടെ നിന്നും ലഭ്യമാണ്. വളർന്നുവരുന്ന കുട്ടികളുടെ ബുദ്ധിവികാസത്തിനായുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് ടോയ്സുകളും ഗെയിമുകളും പസിലുകളും അടങ്ങിയ ഒരു പ്രത്യേക വിഭാഗവും ബുക്സ് ആൻഡ് മോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ DTP, ഫോട്ടോകോപ്പി, പ്രിന്റിംഗ്, ബൈൻഡിംഗ്, ലാമിനേഷൻ, പ്രൊജക്ട് വർക്ക്സ്, ID കാർഡ്സ് എന്നിവയും ഇവിടെ നിന്നും ചെയ്തു നൽകുന്നു. ബുക്സ് ആൻഡ് മോർ, മാസ് കോംപ്ലക്സ്, കല്ലിങ്ങൽ റോഡ്, വടക്കേക്കാട്. ഫോൺ 8589699797 048729699797. കസ്തൂർബ ഗാന്ധിയുടെ അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ, കുന്നംകുളം, മണലൂർ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിലെ നഗരസഭാ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കായി പുതപ്പുകൾ വിതരണം ചെയ്തു. അഗതി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് ചെയർമാൻ VK ജയരാജൻ അഗതി മന്ദിര മാനേജർക്ക് പുതപ്പുകൾ കൈമാറി. കമ്മിറ്റി അംഗങ്ങളായ അഖിലേഷ് നായർ, അഡ്വക്കേറ്റ് രാഹുൽ മരക്കാത്ത്, ശശിധരൻ വയലത്തൂർ, രാജേഷ്, VM വിശ്വനാഥൻ, CK രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. പാചകവാതക വിലവർധന പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ കുന്നംകുളം സൗത്ത് വില്ലേജ് കമ്മിറ്റി ചിറ്റഞ്ഞൂരിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ വാർഡ് കൗൺസിലർ വിദ്യാരഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ പ്രേമലത, പുഷ്പ ജോൺ, ഷീജ പ്രദീപ്, പ്രിയ സജീഷ്, പുഷ്പ മുരളി, ഷീജ ഭരതൻ എന്നിവർ നേതൃത്വം നൽകി. SKSF തൃശൂർ ജില്ലാ കമ്മിറ്റി ആനുവൽ ക്യാബിനറ്റ് സംഘടിപ്പിച്ചു. കൊരട്ടിക്കര മജ്ലിസുന്നൂർ ഫുർഖാനിൽ നടന്ന ആനുവൽ ക്യാബിനറ്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷഹീർ ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സിദ്ദിഖ് ബദ്രി, അൻവർ മുഹീദ്ദീൻ ഹുദവി, അമീൻ കൊരട്ടിക്കര, മറൂഫ് വാഫി, സത്താർ ദാരിമി, ഷെഫീഖ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ഒഴിവന്ന ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പന്തല്ലൂരിനെ യോഗം തെരഞ്ഞെടുത്തു. നവമാധ്യമ കാഴ്ച. സാഹസികത കാണിക്കുമ്പോൾ അതിൽ അപകടം കൂടി ഒളിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കണം. പ്രത്യേകിച്ച് വാഹനങ്ങൾക്ക് മേൽ ഇരുന്നുള്ള അഭ്യാസമാണെങ്കിൽ. വണ്ടി നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ ഇതുപോലെ മൂക്കും കുത്തി താഴെ വീണത് തന്നെ. കുന്നംകുളത്ത് നിന്ന് ദയാൽ ജോൺ നൽകിയ ദൃശ്യം.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4325 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4315 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം തയ്യൂർ വട്ടപ്പറമ്പിൽ പരേതനായ സുബ്രഹ്മണ്യൻ മകൻ രാജേഷ് നിര്യാതനായി. 40 വയസ്സായിരുന്നു. അവിവാഹിതനാണ്. ശാരദ മാധവാണ്. സംസ്കാരം പള്ളം പുണ്യതീരം ശ്മശാനത്തിൽ നടത്തി. കാവേട് വെള്ളറ ജെയിംസ് ഭാര്യ റീന നിര്യാതയായി. 50 വയസ്സായിരുന്നു. സംസ്കാരം കാവേട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. എരുമപ്പെട്ടി ആളൂർ ദേവസി മകൻ സൈമൺ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം പതിയാറം സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തി. റോസിലിയാണ് ഭാര്യ. ഷാൻഡി, ജോസ്, സാബു എന്നിവർ മക്കളാണ്. തൊഴിയൂർ ഓവാട്ട് വേലായുധൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ശ്മശാനത്തിൽ നടത്തി. വള്ളിയമ്മുവാണ് ഭാര്യ. രാജേഷ്, ദിനേശ്, രതീഷ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ നഗരസഭയിൽ സുഭിക്ഷ കേരളം പദ്ധതിക്കും തൊഴിൽദായക പദ്ധതികൾക്കും ഊന്നൽ നൽകിയുള്ള 240 കോടിയുടെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അവതരിപ്പിച്ചു. വടക്കേക്കാട് ബജറ്റ് ചർച്ചയിൽ യോഗ ഹാളിന് മുന്നിൽ വായ മൂടി കെട്ടി CPM അംഗങ്ങളുടെ പ്രതിഷേധം. കായിക രംഗത്തെ സമഗ്ര വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വകുപ്പ് മന്ത്രി പി ജയരാജൻ. വേലൂർ ഗവൺമെന്റ് രാജാസർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഗ്രൗണ്ട് മന്ത്രി നാടിന് സമർപ്പിച്ചു. സമ്പൂർണ്ണമായ നിർമ്മാണ പ്രവർത്തികൾ നടത്താതെയാണ് ഉദ്ഘാടനമെന്ന് കോൺഗ്രസിന്റേത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന് മന്ത്രി SC മൊയ്തീൻ. ഗുരുവായൂർ ക്ഷേത്രോത്സവം പള്ളിവേട്ട ആറാട്ട് എഴുന്നള്ളിപ്പുകൾക്ക് 3 ആനയെ പങ്കെടുപ്പിക്കുവാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ആനയോട്ടത്തിന് ഒരാനയെ മാത്രം പങ്കെടുപ്പിക്കാനുള്ള നിർദ്ദേശത്തിൽ ഇളവ് വരുത്തി 3 ആനകളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകും. സഹസ്രകലശ ചടങ്ങിന്റെ ഭാഗമായി ഗുരുവായൂരപ്പനെ തത്വകലശം അഭിഷേകം ചെയ്തു. ഉത്സവത്തിന് തദ്ദേശവാസികൾക്ക് മതിയായ ദർശന സൗകര്യം ഒരുക്കണമെന്ന് കോൺഗ്രസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.in സന്ദർശിക്കുക. നമസ്കാരം.